ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 4 മണി മുതൽ പൊതുദർശനം. അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയുള്ള പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കം. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ചോറ്റാനിക്കര പോലീസ്. ഹോട്ടൽ മുറിയിൽ ചെക്കൌട്ട് വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായി എത്തിയതായിരുന്നു നവാസ്. ആശുപത്രിയിലേക്ക് ഉടൻ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ റൂമിലെത്തി നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. 3 പതിറ്റാണ്ടിലധികമായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്റ്റേജിലും സജീവമാണ് നവാസ്. വിധികർത്താവിന്റെ റോളിൽ റിയാലിറ്റി ഷോകളിൽ തിളങ്ങി. 1997 ഇറങ്ങിയ ജൂനിയർ മാൻഡ്രേക്കിലൂടെ മുൻനിര ഹാസ്യതാരമായി വളർന്നു. അമ്മ, അമ്മായിയമ്മ, മാട്ടുപെട്ടി മച്ചാൻ എന്നീ സിനിമകളിലൂടെ ഹാസ്യനടൻ എന്ന നിലയിലെ നിറസാന്നിധ്യം ഉറപ്പിച്ചു. 1999 നവാസിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റിലീസുകൾ ചന്തമാമയും മൈ ഡിയർ കരടിയും. 2 മലയാളി പ്രേക്ഷകർ നെഞ്ചേറ്റി. പിന്നീട് അങ്ങോട്ട് വൺ മാൻ ഷോ, വെട്ടം, ചക്കരമുത്ത്, ചട്ടമ്പിനാട് എന്നിങ്ങനെ ഹിറ്റുകളുടെ ചിരിപ്പടക്കം. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. നീലാകാശം നിറയെ എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ നവാസ് ആദ്യമായി നായകനായി വേഷമിടുന്നത്. നിയാസ് ബക്കറും നിസാമുദ്ദീനുമാണ് സഹോദരങ്ങൾ. നിയാസ് ബക്കർ സിനിമ സീരിയൽ രംഗത്ത് സജീവമാണ്. കേളി, വാത്സല്യം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ അബൂബക്കറാണ് നവാസിന്റെ പിതാവ്. നടി രഹ്ന നവാസാണ് ഭാര്യ. സഹോദരൻ നിസാമുദ്ദീൻ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട 3000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതായി റിപ്പോർട്ട്. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. റെയ്ഡിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെടുത്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഓഗസ്റ്റ് 5 ഹാജരാകുവാൻ അദ്ദേഹത്തോട് ഇഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 പേരെ കെട്ടി ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടി 9ാമത്തെ വിവാഹത്തിനൊരുങ്ങവെ യുവതി പോലീസ് പിടിയിൽ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 8 പേരെ വിവാഹം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവതി പിടിയിൽ. 9ാമത്തെ വിവാഹത്തിനായി തയ്യാറെടുക്കവെയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമീറ ഫാത്തിമ എന്ന യുവതിയാണ് അറസ്റ്റിലായതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതാണ് സമീറയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. ഇതിനായി യുവതിക്കൊപ്പം ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇവരാണ് യുവതിക്ക് വേണ്ടി ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഇവർ ഇത്തരത്തിൽ വിവാഹങ്ങൾ ചെയ്ത് ആളുകളെ പറ്റിച്ചു വരികയാണ് എന്ന് പോലീസ് പറയുന്നു. മഹാരാഷ്ട്ര ദൌണ്ടിലെ യാവത് ഗ്രാമത്തിൽ സാമൂഹിക മാധ്യമത്തിലെ പ്രകോപനപരമായ പോസ്റ്റിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. രോഷാകുലരായ ജനക്കൂട്ടം പൊതുമുതലുകൾ നശിപ്പിക്കുകയും വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമം നിയന്ത്രണ വിധേയമാകാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായും ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുരസ്കാരം അപ്രതീക്ഷിതം. എന്നെ ആ രൂപത്തിലൊരുക്കിയ മേക്കപ്പ് മാൻ റോണെക്സിനെ ഓർക്കുന്നു വിജയരാഘവൻ. 71ാമത് ദേശീയ പുരസ്കാര നേട്ടത്തിൽ പ്രതികരിച്ച നടൻ വിജയരാഘവൻ 2023 പുറത്തിറങ്ങിയ പൂക്കാലം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് അർഹനായത്. പണ്ടൊക്കെ പുരസ്കാരങ്ങൾ പ്രതീക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. കിട്ടിയത് വലിയ സന്തോഷം. പൂക്കാലം സിനിമയ്ക്ക് വേണ്ടി നടത്തിയ രൂപമാറ്റവും അത് വിശ്വസനീയമായി വന്നതും റോണെക്സ് എന്ന മേക്കപ്പ് മാന്റെ കഴിവാണ്. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു കഥാപാത്രം എനിക്ക് തന്ന സംവിധായകനെയും നിർമ്മാതാവിനെയും ഓർക്കുന്നു. അവർ തന്ന അവസരമാണ് എന്നെ അവാർഡിന് അർഹനാക്കിയത്, അദ്ദേഹം പ്രതികരിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
ഉർവശിക്കായി സംവിധായകൻ കാത്തിരുന്നത് 4 വർഷം. ഒടുവിൽ ദേശീയ അവാർഡും. മലയാളത്തിന്റെ അഭിമാനം. നീ എന്നോടും എന്റെ മോനോടും ചെയ്തതിനേക്കാൾ വലുതല്ല ഇതൊന്നും. അഭിനയകാലത്തിന്റെ ഉർവശിക്കാലത്തിൽ മലയാള സിനിമ കേട്ട ഏറ്റവും പുതുതായ വികാരഭരിതമായൊരു ഡയലോഗ്. ഉള്ളൊഴുക്കും മട്ടിൽ ഉർവശിയിൽ നിന്നും നൈസർഗികമായി ആ ഭാവം ഒഴുകുകയായിരുന്നു. 81ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേദി ഉള്ളൊഴുക്കിന് കൂടിയുള്ളതായി മാറി. ക്രിസ്റ്റോ ടോമിയുടെ പ്രഥമ സിനിമ ഉള്ളൊഴുക്ക് മികച്ച മലയാള സിനിമയായും ഉർവശി മികച്ച സഹനടിയായും പുരസ്കൃതമായിരിക്കുന്നു. ഉള്ളൊഴുക്കിലെ അതേ കഥാപാത്രം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായി ഉർവശിയെ തിരഞ്ഞെടുക്കുവാൻ നിദാനമായതും. മലയാളത്തിന്റെ ഉർവശിക്കാലം തുടരുക തന്നെയാണ്. ഇന്ത്യൻ അഭിനേതാവ് എന്ന പദവിയിലേക്ക് എത്രയോ കാലം മുന്നേ അനായാസം നടന്നു കയറിയ ഉർവശി തൊട്ട കഥാപാത്രങ്ങളെല്ലാം ഉർവശിക്ക് മാത്രം ചെയ്യാനാവുന്നത് എന്ന ലേബലിലേക്ക് ഉയർത്തപ്പെട്ടു. മലയാള സിനിമയുടെ ബ്രാൻഡായി മാറുവാൻ കഴിഞ്ഞ അഭിനേതാക്കളിൽ തലയുയർത്തി നിൽക്കുന്നു ആ പേര്. ബീഹാർ തെരഞ്ഞെടുപ്പ് കരട് പട്ടികയിൽ നിന്നും ഒഴിവായത് 65 ലക്ഷം വോട്ടർമാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ 65 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയതായി റിപ്പോർട്ട്. വോട്ടർമാരിൽ പലരും മരിക്കുകയോ സംസ്ഥാനം വിട്ടു പോവുകയോ കണ്ടെത്തുവാൻ കഴിയാത്തവരോ ഒന്നിലേറെ തവണ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തവരോ ആണെന്നാണ് വിവരം. കരട് പട്ടികയിൽ പാട്നയിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവായത്. 3.95 ലക്ഷം പേരാണ് പട്നയിൽ നിന്നും പുറത്തായത്. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിന്നും 3.16 ലക്ഷം, മധുബനിയിൽ നിന്നും 3.52 ലക്ഷം, ഗോപാൽഗഞ്ചിൽ നിന്നും 3.10 ലക്ഷം എന്നിങ്ങനെയാണ് കൂടുതലായി വോട്ടർമാരെ ഒഴിവാക്കിയ ജില്ലകൾ. ഇതോടെ ആകെ വോട്ടർമാരുടെ എണ്ണം 7.9 കോടിയിൽ നിന്നും 7.24 ആയി കുറഞ്ഞു. 243 നിയമസഭാ മണ്ഡലങ്ങളിലും 90,817 പോളിംഗ് സ്റ്റേഷനുകളുമാണ് പട്ടിക പുതുക്കലിൽ ഉൾപ്പെടുന്നത്. ഓഡി Q3 SUV ഓടയിലേക്ക് വീണ സംഭവത്തിൽ വിശദീകരണവുമായി ഗൂഗിൾ. മുംബൈയിൽ അടുത്തിടെയാണ് ഒരു യുവതി ഓടിച്ച ഓഡി Q3 SUV വെള്ളം നിറഞ്ഞ ഓടയിലേക്ക് വീണത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ താൻ ഗൂഗിൾ മാപ്സ് ആപ്പിലെ ഓൺ സ്ക്രീൻ നിർദ്ദേശങ്ങൾ പാലിക്കുകയായിരുന്നുവെന്നും ബേലാപൂരിലെ ബേ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കരുതെന്ന് ആപ്പ് ആവശ്യപ്പെട്ടെന്നും ഡ്രൈവറായ യുവതി പറഞ്ഞിരുന്നു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു അവരുടെ വാദം. സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഗൂഗിൾ. ഡ്രൈവറായ യുവതി പരാമർശിക്കുന്ന റൂട്ട് നാവിഗേഷനായി മാപ്പ് ചെയ്തിട്ടില്ല എന്നും അപകടമുണ്ടായ വഴിയിലൂടെ വാഹനം ഓടിക്കുവാൻ ആപ്പ് നിർദ്ദേശിച്ചിട്ടില്ല എന്നുമാണ് ഗൂഗിൾ വ്യക്തമാക്കുന്നത്. പാലത്തിനടിയിലൂടെയുള്ള റോഡ് ഗൂഗിൾ മാപ്സിൽ നാവിഗേഷനായി മാപ്പ് ചെയ്തിട്ടില്ല. അതിലൂടെ റൂട്ട് ഗൂഗിൾ മാപ്സ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങളുടെ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഗൂഗിൾ വക്താവ് ദി ടെലിഗ്രാഫിനോട് പറഞ്ഞു. തർക്കിച്ച് റൂട്ടും പ്രസിദ്ധും 4 അടിച്ച് മറുപടി രൂക്ഷമായതോടെ അമ്പയർമാരടക്കം ഇടപെട്ടു. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന്റെ 2ാം ദിനം വാക്പോരുമായി ഇംഗ്ലണ്ട് ബാറ്റർ ജോ റൂട്ടും ഇന്ത്യൻ പേസർ പ്രസിദ്ധ് കൃഷ്ണയും. മത്സരത്തിന്റെ 2ാം ദിനത്തിലെ 2ാം സെഷനിലാണ് സംഭവം. തർക്കം രൂക്ഷമായതോടെ അമ്പയർമാരടക്കം ഇടപെട്ടു. ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ 22ാം ഓവറിലാണ് സംഭവം. പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ 5ാം പന്തിൽ റൂട്ടിന് റണ്ണെടുക്കുവാൻ സാധിച്ചില്ല. പിന്നാലെ ബൌളർ റൂട്ടിനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. റൂട്ടും താരത്തിന് മറുപടി നൽകി. അടുത്ത പന്തിൽ റൂട്ട് 4 അടിക്കുകയും ചെയ്തു. ശേഷം താരങ്ങൾ നേർക്കുനേർ നിന്ന് വാക്തർക്കത്തിലേർപ്പെട്ടു. തർക്കം രൂക്ഷമായതോടെ അമ്പയർമാരടക്കം ഇടപെട്ടു. ആദ്യ ഇന്നിംഗ്സിൽ 29 റൺസാണ് റൂട്ടിന്റെ സമ്പാദ്യം. താരത്തെ സിറാജ് LBWയിൽ കുരുക്കുകയായിരുന്നു. നിലവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്തായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.